എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായൊരു സമയം. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും അത്ര സജീവമല്ലാത്ത കാലമാണിത്. പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഫോൺ വിളി മാത്രമാണ് അന്ന് ഒരേ ഒരു വഴി. രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ വരാന്തയിലെ പടിയിലുള്ള എൻ്റെ ഇരിപ്പാണ്. പാതിരാത്രി വരെ പ്രിയതമയോടുള്ള ആ നീണ്ട ഫോൺ വിളി എൻ്റെ ഒരു സ്ഥിരം ദിനചര്യയായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, ആലോചിക്കുമ്പോൾ ഇന്നും രക്തം മരവിപ്പിക്കുന്ന ആ സംഭവം നടക്കുന്നത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പോരാത്തതിന് മരിച്ചവരുടെ ആത്മാക്കൾ വീടുകളിൽ അകത്ത് വെച്ചു കൊടുക്കുന്ന വാവു ദിവസം. ഈ സംഭവം നടക്കുന്നതിന് കൃത്യം 2 വർഷം മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛമ്മ മരിക്കുന്നത്. അച്ഛമ്മയുമായി എനിക്ക് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു അച്ഛമ്മ താമസിച്ചിരുന്നത്. അതുകൊണ്ട് കോളേജിൽ സമരമുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ ഓട്ടം നേരെ അച്ഛമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പോയി ഉച്ചഭക്ഷണം കഴിച്ച് അച്ഛമ്മയോടൊപ്പം കിടന്ന് ഒരുപാട് കഥകളും കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഒരു മുത്തശ്ശി, കൊച്ചുമകൻ എന്നതിലുപരി ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. എങ്കിലും അച്ഛമ്മ മരിച്ചപ്പോൾ എനിക്ക് തീരെ കരയാൻ തോന്നിയില്ല എന്നതാണ് സത്യം. ഇത്രയേറെ അടുപ്പമുണ്ടായിരുന്നിട്ടും ഞാൻ കരയാത്തത് പലർക്കും ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ അതിനൊരു കാരണവുമുണ്ട്. മുമ്പൊരിക്കൽ ഞങ്ങൾ തമ്മിലുള്ള ഈ സംസാരത്തിനിടയിൽ മരണം വന്ന വിഷയം കടന്നു വന്നപ്പോൾ ഞാൻ അച്ഛമ്മയോട് ചോദിച്ചു, അച്ഛമ്മയ്ക്ക് മരിക്കാൻ പേടിയുണ്ടോ? അതിനവർ വളരെ ശാന്തമായി നൽകിയ മറുപടി ഇതായിരുന്നു: എനിക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല മോനെ. ജീവിതം ഞാൻ നന്നായി ആസ്വദിച്ചു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും കണ്ടു തീർത്തു. ഇനി ഒരു വേദനയുമില്ലാതെ മരിച്ച് ആ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ചേരണം. അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഒരു അസുഖവും വരാതെ തികഞ്ഞ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ 85-ാമത്തെ വയസ്സിലായിരുന്നു അച്ഛമ്മയുടെ ആ സുഹൃത മരണം. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ മോക്ഷം കിട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചു കാണുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അച്ഛമ്മ ഇനി ഒരിക്കലും കൂടെ ഉണ്ടാവില്ലല്ലോ എന്ന വിഷയം ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. സ്വതവേ മരണവീടുകളിൽ പോകാനോ മൃതദേഹം കാണാനോ വല്ലാത്ത മടിയുള്ളവനാണ് ഞാൻ. എങ്കിലും അച്ഛമ്മയോടുള്ള സ്നേഹം കൊണ്ട് ആരോ റീത്ത് വയ്ക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛമ്മയുടെ തല ചെറുതായി ഒന്ന് ഉയർത്തി കൊടുത്തു. ഫ്രീസറിൽ 2 ദിവസം വെച്ചതുകൊണ്ടാകാം എൻ്റെ കൈകളിലെന്ന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. അത് വെറുമൊരു മരവിപ്പായിരുന്നില്ല, എൻ്റെ ഉള്ളിലേക്ക് അരിച്ചു കയറിയ ഒരുതരം തണുപ്പ്. മരിച്ചതിന് ശേഷം പലവട്ടം അച്ഛമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും എന്നെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരുന്നില്ല. പുലർച്ചെ 3 മണിക്ക് ഞെട്ടി ഉണരുമ്പോൾ ഓഹ്, അതൊരു സ്വപ്നമായിരുന്നല്ലേ എന്നൊരു ബോധം മാത്രമേ എനിക്കുണ്ടാകുമായിരുന്നുള്ളൂ. അച്ഛമ്മയുടെ ആത്മാവ് എനിക്കൊരു പേടിയല്ല, മറിച്ച് ഒരു കാവലാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ വാവു ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ സകല വിശ്വാസങ്ങളെയും തകിടം മറിക്കുന്ന സ്വപ്നത്തേക്കാൾ ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഭവം നടക്കുന്ന അന്ന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വീട്ടിൽ അകത്ത് വെച്ച് കൊടുക്കുന്ന വാവു ദിവസമാണല്ലോ. മരിച്ചവരിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛമ്മയും ഉള്ളതുകൊണ്ട് അവർക്കായി ഒരു ഇല അധികം ഇട്ടിരുന്നു. വൈകുന്നേരം പുറമേ നിന്നൊരു കസിൻ ബ്രദറും അവരുടെ ഫാമിലിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. മൃദുൽ എന്നാണ് അവൻ്റെ പേര്. വരുമ്പോൾ അവൻ്റെ കയ്യിൽ 2 കൂട്ടം പായസവും ഉണ്ടായിരുന്നു. അവർ വീട്ടിലെത്തുമ്പോഴേക്കും സന്ധ്യ മയങ്ങി. സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. വെച്ചു കൊടുക്കേണ്ട ബാക്കി സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതിനാലും സമയം വല്ലാതെ വൈകിയതിനാലും വീട്ടുകാർ വേഗം തന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള മുറിയിൽ 3-4 ഇലകൾ വെച്ച് കർമ്മങ്ങൾ നടത്തി തുടങ്ങി. വിളമ്പേണ്ട കറികളും ചോറും പപ്പടവുമൊക്കെ എല്ലാവരും കൂടി മുറിയുടെ പടിവാതിക്കൽ എത്തിച്ചു വെച്ച് തന്നു. കുളിച്ച് ഒറ്റത്തോർത്തെടുത്ത് അടക്ക വാങ്ങി ഇലകളിൽ വിളമ്പുന്ന പ്രധാന ഡ്യൂട്ടി എനിക്കായിരുന്നു. എല്ലാം വിളമ്പിക്കഴിഞ്ഞ് അരിയെടുത്ത് എല്ലാവർക്കും കൊടുത്ത് ആത്മാക്കളെ ധ്യാനിച്ച് ആ ഇലയിട്ട് നിലത്ത് തൊട്ട് ഒന്ന് നെറുകയിൽ വെച്ച് ഞാൻ ഭക്തിയോടെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവസാനത്തെ ആളും അരിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ആ മുറി പുറത്തു നിന്നും പൂട്ടി. ആത്മാക്കൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസമാണിത്. ശേഷം എല്ലാവരും കൂടി കോലായിൽ വരാന്തയിലിരുന്ന് അച്ഛമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു. പുറത്ത് തെളിഞ്ഞ ആകാശമാണ്. ഒരു നേർത്ത കാറ്റ് പോലും അവിടെ വീശുന്നില്ല. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അത് സംഭവിച്ചത്. പെട്ടെന്ന് വല്ലാത്തൊരു ശക്തിയോടെ ഞങ്ങൾ വെച്ചു കൊടുത്ത ആ വടക്കിനി മുറിയുടെ ജനാല വലിയ ശബ്ദത്തോടെ വലിച്ചടയ്ക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിലെ കറണ്ടും പോയി. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. ഞാനന്ന് പകച്ചുപോയി.
വെളിയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പത്തെ വീടുകളിലൊക്കെ കറണ്ടുണ്ട്. നമ്മുടേത് മാത്രമാണ് പോയത്. ആ നിശബ്ദതയെ ഭേദിച്ച് എൻ്റെ പപ്പ പെട്ടെന്ന് പറഞ്ഞു, അത് അച്ചമ്മ വന്നതാവാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. പപ്പ അത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. പോയത് ഫ്യൂസാണെന്ന് കണ്ട പപ്പ അത് ശരിയാക്കി കറണ്ട് കൊണ്ടുവന്നു. പിന്നീട് വാതിൽക്കൽ പോയി ഒന്ന് മുരടനക്കി വാതിൽ തുറന്ന് ഇലകളൊക്കെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വലിച്ചു വെച്ചു. എല്ലാവരും ഇരുന്ന് സംസാരിച്ച സമയം ഒരുപാട് വൈകിയിരുന്നു. മൃദുലും ഫാമിലിയും പോയതിനു ശേഷം വീട്ടിലെല്ലാവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഞാൻ പതിവ് പോലെ എൻ്റെ ദിനചര്യ തെറ്റിക്കാതെ കോലായിലെ പടിയിലിരുന്ന് എൻ്റെ പ്രിയതമയെ ഫോണിൽ വിളിച്ചു. അന്നത്തെ വിശേഷങ്ങളും അച്ചമ്മ വന്നതുമൊക്കെയായിരുന്നു സംസാര വിഷയം. ഒരു കാറ്റുപോലുമില്ലാതെ ജനലടഞ്ഞതും നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് പോയതുമൊക്കെ കേട്ടപ്പോൾ അവൾക്കും ചെറിയൊരു ഭയം തോന്നിത്തുടങ്ങിയിരുന്നു. സംസാരിച്ചിരുന്ന സമയം 12 മണിയോട് അടുക്കുന്നു. ചുറ്റും കുറ്റാക്കൂരിട്ടാണ്. മുന്നിലുള്ള വീടുകളിലെല്ലാം വെളിച്ചമണച്ചിട്ട് മണിക്കൂറുകളായി. എങ്ങും വല്ലാത്തൊരു ശ്മശാന മുഖത. ആ നിഷ്പൃതയെ കീറിമുറിച്ചുകൊണ്ട് ദൂരെയായി കുറുക്കന്മാർ കൂട്ടത്തോടെ ഊരിയിടുന്നത് വ്യക്തമായി കേൾക്കാം. പാതിരാത്രിയിൽ ആ ശബ്ദം എൻ്റെ ഉള്ളിലൊരു ചെറിയ ഭയം സൃഷ്ടിച്ചു. അതുകൂടി കേട്ടപ്പോൾ ഫോണിൻ്റെ അങ്ങേത്തലക്കിലിരുന്ന് അവൾ എന്നോട് പറഞ്ഞു, എടാ അധികം താമസിക്കേണ്ട, പെട്ടെന്ന് പോയി കിടന്നു. ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമല്ലേ, വെറുതെ എന്തിനാ പുറത്തിരിക്കുന്നത്? അവളുടെ ചോദ്യത്തിൽ പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എൻ്റെ ഉള്ളിലെ ഭയം അവൾ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ ധൈര്യം സംഭരിച്ച് വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇരുട്ടിലൂടെ എൻ്റെ കണ്ണുകൾ എതിർവശത്തുള്ള ലക്ഷ്മണൻ്റെ വീടിൻ്റെ മുൻവാതിൽ ചെന്ന് മുടക്കിയത്. പെട്ടെന്ന് ലക്ഷ്മണൻ്റെ വീടിൻ്റെ മുൻവാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. അദ്ദേഹം പുറത്തിറങ്ങി വരുന്നു. ഞാനത് ഫോണിലൂടെ അവളോട് അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എടി, ലക്ഷ്മണേട്ടൻ പുറത്തിറങ്ങി വരുന്നുണ്ട്. നല്ല വെള്ള ഷർട്ടും മുണ്ടുമാണ് വേഷം. കയ്യിലൊരു ടോർച്ചും പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാകും. അപ്പോൾ അവൾ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, അതിന് വെള്ളം മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് ഇത്ര വൃത്തിയായിട്ട് പാതിരാത്രിയിൽ ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങുമോ? അവിടെ ലോജിക്കലായ ചോദ്യം കേട്ടതും ഞാൻ എൻ്റെ നോട്ടം ഒന്നുകൂടി ലക്ഷ്മണേട്ടനിലേക്ക് ഉറപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ സിരകളിലെ രക്തം മരവിപ്പിച്ചു പോകുന്ന ആ കാഴ്ച ഞാൻ കാണുന്നത്. ടോർച്ചടിച്ച് വരുന്ന ലക്ഷ്മണേട്ടൻ്റെ മുന്നിലായി 3-4 പേർ നടന്നു വരുന്നുണ്ട്. അവരുടെ തൊട്ട് പിന്നിലായി വെള്ള സാരി ഉടുത്ത് എൻ്റെ അച്ചമ്മയുടെ അതേ രൂപം. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീളം കുറഞ്ഞ് അല്പം തടിച്ച എൻ്റെ സ്വന്തം അച്ചമ്മയുടെ അതേ രൂപം. അതിന് പിന്നിലായി വേറെയും ചില ആൾക്കാരുണ്ടായിരുന്നു. പാതിരാത്രിയിലുള്ള ആ നിശബ്ദമായ ഘോഷയാത്ര എന്നെ ശരിക്കും ഭയപ്പെടുത്തി. അതിലും ഭയാനകമായ കാര്യമെന്തെന്നാൽ അവർ എല്ലാവരും ലക്ഷ്മണൻ്റെ വീട്ടിലേക്കോ റോഡിലേക്കോ അല്ല, മറിച്ച് നേരെ എനിക്ക് നേരെയാണ് നടന്നു വരുന്നത്. അത് കണ്ടതും എൻ്റെ ശരീരമാകെ ഒരു കൊള്ളിയാൻ മിന്നി. എൻ്റെ ശ്വാസം നിന്നുപോയതുപോലെ എനിക്ക് തോന്നി. പേടികൊണ്ട് ഞാൻ ഒറ്റച്ചാട്ടത്തിന് എഴുന്നേറ്റു. ഒറ്റത്തുള്ളലിന് ഞാൻ കോലയിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്കെത്തി. എന്നിട്ട് വിറയ്ക്കുന്ന കൈകളോടെ വാതിൽക്കൽ നിന്ന് പുറത്തേക്ക് ഒന്നുകൂടി നോക്കി. അതെ, എൻ്റെ തോന്നലല്ല, ആ രൂപങ്ങൾ എനിക്ക് നേരെ തന്നെ നടന്നു വരികയാണ്. ഭയം കൊണ്ട് എൻ്റെ തൊണ്ട വരണ്ടു. ഞാൻ ഫോണിലൂടെ എൻ്റെ പ്രീതമയോട് വേഗം കാര്യം പറഞ്ഞു. പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത് സർവ്വശക്തിയുമെടുത്ത് മുൻവാതിലടച്ച് കുറ്റിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് ഓടിക്കേറി. വിയർത്ത് കുളിച്ച് ഹൃദയമിടിപ്പോടെ ഞാൻ കട്ടിലേക്ക് വീണു. വീട്ടിൽ ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് ആ പാതിരാത്രിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ആരെയും വിളിച്ചുണർത്താൻ പോയില്ല. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും എൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതിയെന്നായി എൻ്റെ സകല പ്രാർത്ഥനയും. ഭയപ്പെടുത്തുന്ന ആ രാത്രി ഒരു വിധത്തിൽ വെളുത്ത് കിട്ടി. രാവിലെ എഴുന്നേറ്റപാടെ ഞാൻ തലേന്ന് നടന്ന വിവരങ്ങളെല്ലാം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. പക്ഷേ അമ്മ അതത്ര കാര്യമാക്കിയില്ല. ഇതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. സന്ധ്യയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ഓർത്ത് ഫോൺ ചെയ്തതുകൊണ്ടാകാം അങ്ങനെ കണ്ടത് എന്ന് പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിച്ചു. ഞാനും അതൊരു തോന്നലാകുമെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരികെ വരുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്നും ഏറെക്കുറെ മാഞ്ഞു പോയിരുന്നു. എന്നാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന പാടെ അമ്മ എന്നോട് പറഞ്ഞ കാര്യം കേട്ട് എൻ്റെ തലച്ചോർ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോയി. എടാ, നീ ഇന്നലെ കണ്ടത് അച്ചമ്മയെ തന്നെയാകും. അമ്മയുടെ ശബ്ദത്തിൽ ഒരു നടുക്കമുണ്ടായിരുന്നു. എന്താ കാര്യം? എൻ്റെ ഉള്ളുന്ന കളി. അല്ല, ലക്ഷ്മണൻ്റെ ഭാര്യ ഇന്ന് എന്നോട് ചോദിച്ചു, ഇന്നലെ സന്ധ്യയ്ക്ക് മൃദുലിൻ്റെ കൂടെ ബൈക്കിൽ വന്ന ആ വെള്ളസാരി കൊടുത്ത ആ സ്ത്രീ ആരായിരുന്നുവെന്ന്. അത് കേട്ടതും എൻ്റെ നെഞ്ചിലൊരു ഇടുത്തി വീണതുപോലെ എനിക്ക് തോന്നി. മൃദുലയും ഭാര്യയും മോളും മാത്രമാണ് ഇന്നലെ ബൈക്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. വേറെ ആരും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല.
പിന്നെ ആ ബൈക്കിൽ കൂടെ വന്നത് എൻ്റെ അച്ചമ്മയായിരുന്നു. അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പാതിരാത്രിയിൽ ആ ഘോഷയാത്രയിൽ ഞാൻ കണ്ടത് ചിലപ്പോൾ എൻ്റെ വെറും തോന്നലായിരിക്കാം. എന്നാൽ ലക്ഷ്മണൻ്റെ ഭാര്യ കണ്ടതോ, അവർ വെള്ളസാരി ഉടുത്ത് നീളം കുറഞ്ഞ തടിച്ച ഒരു സ്ത്രീയെന്ന് കൃത്യമായ അടയാളങ്ങൾ പറഞ്ഞ ആ രൂപം എൻ്റെ അച്ചമ്മയുടേത് തന്നെയാണ്. അവർ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും എൻ്റെ അച്ചമ്മയെ കണ്ടിട്ട് പോലുമില്ല എന്നത് ഈ സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അന്ന് സന്ധ്യയ്ക്ക് ആ വാവ് ദിവസം തനിക്കുള്ള ഭക്ഷണം കഴിക്കാൻ മൃദുലിൻ്റെ ബൈക്കിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നത് അച്ചമ്മ തന്നെയായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ അദൃശ്യ സാന്നിധ്യം എൻ്റെ ഭ്രമമായിരുന്നില്ല എന്ന് കാലം തെളിയിച്ചു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ വാവ് ദിവസത്തെ ഓർമ്മകൾ ഇന്നും ഒരു വിറയലുണ്ടാക്കുന്നു. അനുഭവം മുഹമ്മദ് ഹാഫിസ്. ഒരു സാധാരണ മോഷണക്കേസിൽ പോലീസിൻ്റെ പിടിയിലായതാണ് ആ കള്ളൻ. അതുവരെ അയാൾ എവിടെയെല്ലാം മോഷണവും മറ്റു കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നറിയാൻ പോലീസ് അവരുടെ തനതായ ശൈലിയിൽ സ്നേഹത്തിൽ കുതിർന്ന ലാളനയോടെ ചില ചോദ്യം ചെയ്യലുകൾ നടത്തി. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അയാൾ താൻ നടത്തിയ എല്ലാ മോഷണങ്ങളുടെയും വിവരങ്ങൾ ഓരോന്നായി വിവരിക്കാൻ തുടങ്ങി. എന്നാൽ ആ ഏറ്റുപറച്ചിലുകൾക്കിടയിൽ അയാൾ പറഞ്ഞ ഒരു കാര്യം കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. പിന്നീട് ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ മുൻപിൽ നിർത്തിയ ഒരു വീടിൻ്റെയും അവിടുത്തെ വീട്ടുകാരുടെയും അത്യന്തം വിചിത്രമായ കഥയുടെ ചുരുളഴിയുന്നത് അവിടെ നിന്നാണ്. ജയപ്രദ എന്ന മധ്യവയസ്കയും അവരുടെ ഭർത്താവും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം ഹൈദരാബാദിലെ കുന്ദൻബാഗ് എന്ന സ്ഥലത്ത് ഇരുനില വീട് വാങ്ങി താമസം തുടങ്ങുന്നു. തുടക്കത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അവരുടേത്. പുതിയ വീട്ടിലെ താമസവും ചുറ്റുപാടുകളൊക്കെയായി അവർ വളരെ സമാധാനത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ കാലം കഴിയും തോറും ആ വീട്ടിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു. പതിയെ പതിയെ അവർക്കിടയിൽ പ്രശ്നങ്ങളും അതേ തുടർന്ന് വലിയ വഴക്കുകളും പതിവായി. ആ വീടിൻ്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒടുവിൽ സഹികെട്ട് ഒരു ദിവസം തൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ആ ഗൃഹനാഥനെ പിന്നീട് ആരും തന്നെ കണ്ടില്ല. അയാളുടെ അപ്രതീക്ഷിതമായ തിരാസ്വാരത്തോടെയാണ് ആ വീടിൻ്റെ ഗതി പാടെ മാറുന്നത്. വരാനിരിക്കുന്ന ഭയാനകമായ സംഭവങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. ഭർത്താവ് വീട് വിട്ടുപോയതിനു ശേഷം ജയപ്രദയുടെയും മക്കളുടെയും ജീവിത രീതികളിൽ വന്ന മാറ്റം തികച്ചും അസ്വാഭാവികമായിരുന്നു. അതുവരെ സാധാരണ നിലയിൽ ജീവിച്ചിരുന്ന ആ കുടുംബത്തിൻ്റെ വിചിത്രമായ ചില പ്രവൃത്തികൾ അവിടെ മുതലാണ് അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങുന്നത്. വീട്ടിൽ നിന്നും വെറും 2 മിനിറ്റ് മാത്രം നടന്നാൽ എത്താൻ കഴിയുന്ന ദൂരത്തിലാണ് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഗാർബേജ് ക്യാൻ ഉണ്ടായിരുന്നത്. എന്നിട്ടും വീട്ടിലെ മാലിന്യം അവിടെ കൊണ്ടുപോയി കളയാൻ ജയപ്രദ ഉപയോഗിച്ചിരുന്നത് അവരുടെ കാറായിരുന്നു. അത്രത്തോളം പുറത്തിറങ്ങി നടക്കാൻ അവർ മടി കാണിച്ചിരുന്നു എന്നത് അയൽവാസികളിൽ അത്ഭുതമുളവാക്കി. അതുകൂടാതെ വീട്ടിലേക്കുള്ള പത്രം, പാൽ തുടങ്ങിയവയെല്ലാം ജയപ്രദ പൂർണ്ണമായും നിർത്തലാക്കി. പുറംലോകവുമായുള്ള സകല ബന്ധങ്ങളും അവർ സ്വയം വിച്ഛേദിച്ചു. ആകെ ആ വീട്ടിൽ പുറത്തുനിന്നും നിലനിർത്തിയത് വൈദ്യുതി മാത്രമായിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആ വീടിൻ്റെ വാതിലുകളിലും ജനലുകളുമെല്ലാം എപ്പോഴും കൊട്ടിയടക്കപ്പെട്ട് കിടന്നു. പൊതുവെ അന്തർമുഖരായിരുന്ന ജയപ്രദയും പെൺമക്കളും അയൽവാസികളിൽ നിന്നും വലിയ അകലം പാലിച്ചു. അത്യാവശ്യത്തിനല്ലാതെ അവർ ആരും അധികമൊന്നും വീടിന് പുറത്തിറങ്ങാതെയുമായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയൽവാസികൾ അവരുടെ മാറ്റങ്ങളൊന്നും തുടക്കത്തിൽ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഇതവരുടെ സ്വകാര്യതയാണല്ലോ എന്ന് കരുതി പലരും അത് അവഗണിച്ചു. ദിനങ്ങൾ കടന്നു പോകുന്തോറും ജയപ്രദയുടെയും മക്കളുടെയും പ്രവൃത്തികൾ അയൽവാസികളെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്താനും ഭയപ്പെടുത്താനും തുടങ്ങി. ഇരുട്ടി വീഴാൻ തുടങ്ങുന്ന സന്ധ്യാസമയങ്ങളിൽ അജ്ഞാതമായ ഏതോ ഭാഷയിലുള്ള കേൾക്കുന്നവരിൽ വല്ലാത്ത അസ്വസ്ഥത ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനം ജയപ്രദയുടെ കുട്ടികൾ ഒരുമിച്ച് പാടുവാൻ തുടങ്ങി. ആ പാട്ടിൻ്റെ ഈണവും ശബ്ദവും തന്നെ ആ പരിസരത്താകെ വല്ലാതെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർച്ചയായി കേൾക്കുന്ന ഗാനങ്ങളിൽ അസ്വസ്ഥരായ അയൽവാസികൾ എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാൻ ഒരു ദിവസം ആ വീട്ടിലേക്ക് നോക്കി. എന്നാൽ അവർ അവിടെ കണ്ടത് തികച്ചും ഭയാനകമായ ചില കാഴ്ചകളായിരുന്നു. ജയപ്രദയുടെ വീടിൻ്റെ വരാന്തയിലും മൂലകളിലുമെല്ലാം രക്തത്തിൻ്റെ നിറമുള്ള ഒരു ദ്രാവകം നിറച്ച കുപ്പികൾ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, വീട്ടിലെ ഇലക്ട്രിക് ലൈറ്റുകളെല്ലാം അണച്ചതിന് ശേഷം 1-ാം നിലയിലെ ഒരു മുറിയിലൂടെ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി തങ്ങളെ അസ്വസ്ഥമാക്കിയ ആ ഗാനം ആലപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ നീങ്ങുന്ന ജയപ്രദയെയും കുട്ടികളെയുമാണ് അവർ കണ്ടത്. ഇരുട്ടിൽ മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രം കാണുന്ന ആ രൂപങ്ങൾ ശരിക്കും ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു. അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പിറ്റേ ദിവസം സന്ധ്യയാകാറായപ്പോൾ ഈ കർമ്മങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെട്ടു. ഇതൊരു പതിവായി മാറാൻ തുടങ്ങിയപ്പോൾ വിചിത്രവും അസ്വസ്ഥജനകവുമായ ഈ കാഴ്ച ആദ്യം അയൽവാസികളിൽ ഉണ്ടാക്കിയ ഭയം പതിയെ ദേഷ്യമായി മാറി തുടങ്ങി.
ഈ നിത്യശല്യത്തിന് എങ്ങനെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ച അയൽവാസികൾ ഒരു ദിവസം പരാതി പറയാനായി കൂട്ടത്തോടെ ജയപ്രദയുടെ വീട്ടിലെത്തി. എന്നാൽ ഗേറ്റ് കടന്ന് പറമ്പിലേക്ക് കാലുകുത്തി അവരെ എതിരേറ്റത് വീടിൽ നിന്നുയർന്ന ഉച്ചത്തിലുള്ള പേടിപ്പെടുത്തുന്ന ഒരു അലർച്ചയായിരുന്നു. ഈ ശബ്ദം കേട്ട് പകച്ചു നിന്ന അവരുടെ നേർക്ക് ഒരു വലിയ കോടാലിയുമായി ആർത്തലച്ച് പാഞ്ഞു വരുന്ന ജയപ്രദയെ കണ്ട് അവർ ഞെട്ടി വിറച്ചുപോയി. അവരുടെ കണ്ണിലെ ഭാവം വല്ലാത്തൊരു പകയുടേതായിരുന്നു. മരണഭയത്തോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അയൽവാസികൾ തുടർന്നുള്ള നാളുകളിൽ ഒരിക്കൽ പോലും ജയപ്രദയുടെ വിചിത്രവും ഭയാനകമായൊരു പ്രവൃത്തികളിൽ ഇടപെടാൻ പോയിട്ടില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ദിനവും ആവർത്തിക്കുന്ന ജയപ്രദയുടെയും മക്കളുടെയും ആ ശീലങ്ങൾ അയൽവാസികൾക്ക് യാതൊരു വികാരവും തോന്നാത്ത ചെറിയൊരു പതിവ് കാഴ്ചയായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുറത്തുനിന്നുള്ള ആരുമായും ബന്ധമില്ലാത്ത 3 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ആ വീട് ഒരു കള്ളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആരുടെയും സഹായത്തിന് വിളിക്കാൻ പോലും ഇല്ലാതെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വർണവും പണവും കവരുക എന്ന ലക്ഷ്യത്തോടെ എവരും ഉറക്കമായി എന്ന് കരുതി പാതിരാത്രിയോടെ അവൻ ജയപ്രദയുടെ വീട്ടിലേക്ക് ആക്രമിച്ചു കയറി. എന്നാൽ സ്വർണത്തിന് പകരം അവിടെ കണ്ട കാഴ്ച അവനിലുണ്ടാക്കിയ ഭയം വല്ലാത്തൊരു അലർച്ചയായി പുറത്തേക്ക് വന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളെയും ജീവിച്ചു ജീർണിച്ച ശവശരീരങ്ങളാണ് അവർ അവിടെ കണ്ടത്. അഴുകിത്തുടങ്ങിയ ആ ജനങ്ങൾ കണ്ട് ഭയന്ന് ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടിയയാൾ മാസങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിലാകുന്നതുവരെ ഈ രഹസ്യം മറ്റാരോടും പറഞ്ഞില്ല. സത്യത്തിൽ ആ വീടിനുള്ളിൽ സംഭവിച്ചത് എന്തായിരുന്നു? ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിൻ്റെ ചുരുളഴിയാൻ പോലീസിൻ്റെ വരവ് വരെ കാത്തിരിക്കേണ്ടി വന്നു. പിടിയിലായ കള്ളൻ്റെ അവിശ്വസനീയമായ ഏറ്റുപറച്ചിൽ കേട്ട് പോലീസുകാർ ഒന്ന് അമ്പരന്നെങ്കിലും സത്യം കണ്ടെത്താനായി അവിടെ ഉടൻ തന്നെ ഗുന്തൻബാഗിലെ ഇരുനില വീട് ലക്ഷ്യമാക്കി കുറിച്ചു. ആൾതാമസമില്ലാത്തതുപോലെ കാട് പിടിച്ചു കിടന്ന ആ വീടിൻ്റെ പൂട്ടിയിട്ട മുൻവാതിൽ തകർത്ത് പോലീസ് സംഘം അകത്ത് കയറി. ഉള്ളിലെ വായുവിൽ അസഹനീയമായ ദുർഗന്ധം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. വളരെ ജാഗ്രതയോടെ ഓരോ മുറിയും പരിശോധിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ കള്ളം പറഞ്ഞ ആ മുറിയിലെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് പോലീസുകാർ പോലും ഒരു നിമിഷം തറഞ്ഞുപോയി. മധ്യവയസ്കയായ ജയപ്രദയുടെയും അവിടുത്തെ 2 പെൺകുട്ടികളുടെയും ശവശരീരങ്ങൾ പൂർണ്ണമായും അഴുകി ജീർണിച്ച നിലയിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. മാസങ്ങളോളം പഴക്കമുള്ള ജഡങ്ങൾ ഏതാണ്ട് അസ്ഥികുളങ്ങളോട് അടുത്ത അവസ്ഥയിലായിരുന്നു. ശവശരീരങ്ങൾക്ക് സമീപത്തായി മരണകാരണമായ വിഷം നിറഞ്ഞ കുപ്പികളും പോലീസ് കണ്ടെത്തി. തുടർ നടപടികൾക്കായി ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തേക്ക് വന്നു. ആ 3 പേരും വിഷം കഴിച്ച് മരിച്ചിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും ആയിട്ടുണ്ടാകും എന്നായിരുന്നു അത്. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ ആ മരണവാർത്ത ആരും അറിഞ്ഞിരുന്നില്ല. ആത്മഹത്യ ചെയ്ത 3 പേരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും മാറ്റുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിനിടയിലാണ് വിവരമറിഞ്ഞ് അയൽവാസികൾ ആ വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്. പോലീസിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ പറഞ്ഞ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കി. എന്താ സാർ ഈ പറയുന്നത്? 6 മാസം മുമ്പ് മരിച്ചെന്നോ? അത് ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇന്നലെ രാത്രിയും അവർ 3 പേരും പതിവ് പോലെ ആ 1-ാം നിലയുടെ മുറിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ആ പാട്ടും പാടി നടക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ഈ 6 മാസത്തിനിടയിൽ ഒരു ദിവസം പോലും അത് മുടക്കിയിട്ടുമില്ല, അവർ ഉറപ്പിച്ച് പറഞ്ഞു. അയൽവാസികളുടെ ഈ വെളിപ്പെടുത്തൽ കേട്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 6 മാസമായി ആ വീട്ടിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നടന്നത് ആരായിരുന്നു? ഉത്തരം കിട്ടാത്ത ആ ചോദ്യം കുന്തൻബാഗിനെ ഭീതിയുടെ കൊടുമുടിയിലെത്തിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നതിനെ തുടർന്ന് ആരും ജയപ്രദയുടെ വീടിൻ്റെ ആ പരിസരത്തേക്ക് പോലും പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. 2002 നടന്ന ഈ ഭയാനകമായ സംഭവത്തിന് ശേഷം ആ വീട് കാട് പിടിച്ച് ആൾപ്പറപ്പില്ലാതെ കടന്നു. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും അമാവാസി രാത്രികളിൽ 1-ാം നിലയിലെ മുറിയിൽ നിന്നും മങ്ങിയ വെളിച്ചവും അതിനോടൊപ്പം പെൺകുട്ടികളുടെ അസ്വസ്ഥജനകമായ പാട്ടും ഉയർന്ന് കേൾക്കാറുണ്ടെന്ന് നാട്ടുകാർ ഭയത്തോടെ പറയുന്നു.